CPM ജില്ലാ സെക്രട്ടറിക്കെതിരെ വലിയ തോതിലുള്ള ഒരു പരാതി രൂപേണ ജില്ലാ കളക്ടർക്ക് ഒരു പരാതി പോകുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഉത്തരവ് ഇറക്കി അന്വേഷണം പ്രഖ്യാപിക്കുന്നു. ആ ഉത്തരവിൽ താങ്കളുടെ പേര്, ഈ പരാതിപ്പെട്ട ആള് പരാതിയിരിക്കുന്ന പേരുകൾ വെച്ചാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും CPM ജില്ലാ സെക്രട്ടറിക്കെതിരെയാണ് ഇത്തരം ഒരു പരാതി വന്നിരിക്കുന്നത്. വളരെ ഗുരുതരമായ ഒരു സംഭവം. തീർച്ചയായിട്ടും ഒന്നൊരു കാര്യം, ഏതെങ്കിലും ഒരാളുകൾ ഒരു മൊട്ട പരാതി അയച്ചാൽ അതിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അന്വേഷണ ഉത്തരവിടുകയും അത് മാധ്യമങ്ങളിൽ ചോർത്തി കൊടുക്കുകയും ചെയ്യേണ്ടത് അനുചിതമാണോ എന്ന് ഉചിതമാണോ എന്നുള്ളത് ഉത്തരവിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥ തന്നെ ആത്മപരിശോധന നടത്തേണ്ട കാര്യമാണ്. അവരത്രയൊരു ഉത്തരവിടാൻ ഇടയായ സാഹചര്യം എന്താണെന്ന് സംബന്ധിച്ച് ഞങ്ങൾ എത്ര ആലോചിച്ചിട്ടും ഞങ്ങൾക്ക് അത്തരമൊരു പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്ന് CPM ജില്ലാ കമ്മിറ്റി കരുതുന്നില്ല. ഞാൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായി ഇന്നലെ വന്നയാളല്ല. 45 വർഷക്കാലമായി ഈ ജില്ലയിൽ പൊതുപ്രവർത്തനം നടത്തുന്നയാളാണ്. വളരെ നിർധനമായ സാഹചര്യത്തിലും പ്രതികൂലമായ സാഹചര്യത്തിലും പടിപടിയായി നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് പാർട്ടി എന്നെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാനുള്ള ചുമതലപ്പെടുത്തുന്നത്. കഴിഞ്ഞ 3 വർഷക്കാലം ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിൽ പ്രവർത്തിച്ചു. ഈ പാർട്ടിയെ സംരക്ഷിക്കാൻ കഴിയുന്ന എല്ലാവിധമായ പ്രവർത്തനം നടത്തി. ഞങ്ങളുടെ ഈ ജില്ലയിലെ 2072 ബ്രാഞ്ച് സമ്മേളനം, 158 ലോക്കൽ സമ്മേളനം, അതുപോലെ തന്നെ 15 ഏരിയ സമ്മേളനങ്ങൾ, പാർട്ടി ജില്ലാ സമ്മേളനം. ഇവിടെ ഏതെങ്കിലും ഒരു ബേസിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് ഏതെങ്കിലും വിമർശനമുണ്ടെങ്കിൽ സഖാക്കൾ ഉന്നയിക്കപ്പെടുകയും ചർച്ച ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണ്. തൊടുപുഴ സമ്മേളനം ഇടുക്കി ജില്ലയുടെ ചരിത്രത്തിൽ CPMൻ്റെ കെട്ടുറപ്പും ശക്തിയും വിളിച്ചറിയിച്ച സമ്മേളനമാണ്. രാഷ്ട്രീയ ശത്രുക്കൾ പോലും ഞങ്ങളുടെ സമ്മേളനത്തെ അങ്ങേയറ്റം പ്രശംസിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം CPMനെ അപകടപ്പെടുത്തുക, CPMൻ്റെ ജില്ലാ സെക്രട്ടറി അപകടപ്പെടുത്തുക, അതിലൂടെ CPMനെ ഉയർത്തിക്കാണിക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമമാണ് ഇത്തരമൊരു കാര്യം. അതിനെ അവജ്ഞയോടുകൂടി തള്ളിക്കളയുകയാണ്. കാരണം അത്തരം ഏതെങ്കിലും ഒരു ജോലിയിൽ ഏർപ്പെടുന്നയാളല്ല ഞാൻ. ഏതെങ്കിലും രൂപത്തിലുള്ള നിലപാടുകൾ എടുക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അത്തരമൊരു നിലപാട് സ്വീകരിച്ച ഉദ്യോഗസ്ഥർക്കെതിരായി നിയമപരമായി സ്വീകരിക്കേണ്ട നടപടിയെ സംബന്ധിച്ച് ഞങ്ങൾ ആലോചിക്കും. പിന്നെ രാഷ്ട്രീയമായി ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നതിന് ഞങ്ങൾ രാഷ്ട്രീയമായി നേരിടും. നല്ല നേരിട്ട് കരുത്തോടു കൂടി പാർട്ടി മുന്നോട്ട് പോകും. ഇത്തരം ആക്ഷേപങ്ങളൊക്കെ CPMൻ്റെ നേതൃത്വത്തെയും പാർട്ടി സഖാക്കളെ ആക്ഷേപിക്കാൻ വേണ്ടി പല ഘട്ടങ്ങളിൽ രൂപപ്പെട്ട് വരാറുണ്ട്. ആ രൂപപ്പെട്ട് വരുന്നതിനെയൊക്കെ നല്ലപോലെ അതിജീവിച്ചാണ് പാർട്ടി മുന്നോട്ട് പോയിട്ടുള്ളത്. ഈ കാര്യത്തിൽ നല്ല ആത്മവിശ്വാസത്തോടും കരുത്തോടു കൂടി പാർട്ടി ജില്ലാ കമ്മിറ്റിക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇത്തരം ഒരു ആക്ഷേപത്തെയൊക്കെ ഞങ്ങൾ പൂർണ്ണമായി അവജ്ഞയോട് തള്ളിക്കളയാണ്.